This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ. തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, അതായത് ദൈവത്തിൻ്റെ ഭരണമെന്നർത്ഥം. ഒരു മനുഷ്യൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ദൈവത്തിൻ്റെ ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെയാണ് ദൈവത്തിൻ്റെ രാജ്യം. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ ഭരണത്തിനും വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം അഥവാ ഭൂമിയുടെ ഭരണം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ ദൈവരാജ്യം അക്ഷരികമായി ഈ ഭൂമിയിൽ വെളിപ്പെടുകയാണ്. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ഭൂമിയെയും ആകാശത്തെയും നീക്കം ചെയ്ത് ദൈവം ഒരു പുതിയ ഭൂമിയും ആകാശവും സ്ഥാപിച്ച് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ പുതിയ ജെറുസലേം എന്ന നഗരം സ്ഥാപിച്ച് ദൈവവും എല്ലാ കാലഘട്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനവും ഒരുമിച്ച് വാസമാരംഭിക്കുമ്പോൾ നിത്യരാജ്യം വെളിപ്പെടുകയായി. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യം പ്രാപിക്കാൻ മാത്രമല്ല, അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവത്തിൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദ വിസിബിൾ, ടാൻജിബിൾ ആൻഡ് ദ ഓഡിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അനുഗ്രഹവും അവകാശവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലഭിക്കാൻ പോകുന്ന വിശേഷമേറിയ പ്രതിഫലങ്ങളോ പുതിയ ജെറുസലേം ലഭിക്കാൻ പോകുന്ന ശ്രേഷ്ഠമേറിയ ഭവനങ്ങളോ അവൻ്റെ അനുഗ്രഹമോ അവകാശമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ
യഥാർത്ഥ അനുഗ്രഹവും അവകാശവും ദൈവം തന്നെയാണ്, അഥവാ ദൈവത്തിൻ്റെ തേജസ്സാണ്. വേദപുസ്തകത്തിലെ എല്ലാ ഉപദേശങ്ങളും ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും ഒരിക്കലൂടെ ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. ദൈവനീതിയെക്കുറിച്ചാണ് കഴിഞ്ഞ 46 എപ്പിസോഡുകളിലായിട്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമാലേഖനം ആദ്യത്തെ 3 അധ്യായങ്ങളിലൂടെ മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളായ പാപം, പാപത്താലുണ്ടായ നിത്യമായ മരണം, ദൈവജീവൻ്റെ നഷ്ടം, ഈ പാപങ്ങൾ മോചിച്ച് നിത്യജീവനിലേക്ക് മടങ്ങി വരുവാനുള്ള മനുഷ്യവർഗത്തിൻ്റെ അക്ഷീണമായ പരിശ്രമങ്ങൾ, എന്നാൽ മനുഷ്യവർഗത്തിൻ്റെ കർമ്മമാർഗങ്ങളിലൂടെ, പ്രവൃത്തി മാർഗങ്ങളിലൂടെ പാപങ്ങൾ മോചിക്കപ്പെട്ട് നിത്യജീവനിലേക്ക് മടങ്ങി വരുവാൻ കഴിയത്തില്ല എന്നുള്ള ദൈവത്തിൻ്റെ വിധിന്യായങ്ങൾ നാം റോമാലേഖനത്തിലൂടെ പഠിച്ചു കഴിഞ്ഞു. റോമാലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം തുടങ്ങി ദൈവം തൻ്റെ മഹാകരുണയാലും കൃപയാലും തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായി ഭൂമിയിലേക്ക് അയച്ച് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി നിത്യമായ മരണത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിട്ട് അവൻ്റെ പാപത്തെ മോചിച്ച് അവനെ നീതീകരിച്ച് പാപി എന്നുള്ള അവൻ്റെ പേരിനെ നീക്കം ചെയ്ത് ദൈവം അവനെ നീതിമാനെ പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസത്താൽ ദൈവനീതി പ്രാപിച്ചതിൻ്റെ വ്യത്യസ്തമായ ഫലങ്ങളെക്കുറിച്ച് റോമാലേഖനം 5-ാം അധ്യായം തുടങ്ങി 8-ാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞു. ദൈവനീതി പ്രാപിച്ചതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫലം നീതീകരണമായിരിക്കുമ്പോൾ ദൈവനീതിയുടെ അവസാനത്തെ ഫലം തേജസ്സാണ്. നാം ദൈവത്തിൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ് പ്രാപിച്ച് നിത്യജീവങ്കിലേക്കും നിത്യരാജ്യത്വങ്കിലേക്കും പ്രവേശിക്കുകയാണ്. ഈ സുവിശേഷം ഇസ്രായേൽ മക്കൾ തിരസ്കരിച്ചതുകൊണ്ട് ദൈവവും അവരെ ഒരു കാലഘട്ടത്തിലേക്ക് തിരസ്കരിച്ചിരിക്കുന്നു എന്ന് 9-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 10-ാം അധ്യായം എത്തുമ്പോൾ യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ഒരുവൻ രക്ഷിക്കപ്പെടുകയും അവൻ ദൈവത്തിൻ്റെ നീതി പ്രാപിച്ച് നീതിമാന്മാരായിത്തീരുമെന്ന് നാം പഠിച്ചു കഴിഞ്ഞു. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ദൈവനീതിക്കും ദൈവിക രക്ഷയ്ക്കും വേണ്ടി ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. എല്ലാവർക്കും രക്ഷയും നീതിയും ദൈവം സൗജന്യമായി കൊടുക്കുകയാണ്. 12-ാം വാക്യത്തിൽ യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും രക്ഷയും നീതിയും ദാനമായി നൽകുവാൻ തക്കവണ്ണം ദൈവം സമ്പന്നനാണ്. വാക്യം 13 കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ രക്ഷയും പ്രാപിച്ച് നിത്യജീവങ്കിലേക്ക്, നിത്യ തേജസ്സിങ്കിലേക്ക്, നിത്യരാജ്യത്വങ്കിലേക്ക് പ്രവേശിക്കുമെന്ന് വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ വിഷയം, നാം ദൈവത്തിൻ്റെ നീതി പ്രാപിച്ച് ദൈവത്തിൻ്റെ നീതിമാന്മാരായി തീർന്നിരിക്കുകയാണ്. ഈ നീതിമാന്മാരായി തീർന്ന നമ്മുടെ ജീവിതത്തിൽ പാപം വരിക സാധ്യമാണോ? പാപത്തിൽ വീഴുവാൻ സാധ്യതയുണ്ടോ
ഇനി അങ്ങനെ പാപത്തിൽ വീണു പോയാൽ ആ പാപങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് തുടർന്നുള്ള എപ്പിസോഡിൽ നാം പഠിക്കാൻ വേണ്ടി പോവുകയാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളുമരുത്. വചനം അസന്നിഗ്ധമായ ഭാഷയിൽ നമ്മോട് പറയുന്നത് ഒരു നാളും പാപം ചെയ്യരുത്. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ വഹിച്ച് നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട് പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ച് അവൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾക്ക് മോചനം വരുത്തിയിരിക്കുകയാണ്. നാം ദൈവനീതി പ്രാപിച്ച് നീതീകരിക്കപ്പെട്ട് നീതിമാന്മാരായി തീർന്നിട്ടുണ്ട്. ഇനി ഒരു നാളും പാപം ചെയ്യരുത്. 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ എന്നാൽ എന്ത്, ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ നാം പാപം ചെയ്യുകയെന്നോ ഒരു നാളുമരുത്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നാം ഒരു നാളും പാപം ചെയ്യരുത് എന്നാണ്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൽ ഒരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. വചനം വളരെ വ്യക്തമായി പറയുന്നത് നാം പാപം ചെയ്യരുത് എന്നാണ്. ദൈവത്തിൻ്റെ നീതി പ്രാപിച്ച് നീതിമാന്മാരായി തീർന്ന വ്യക്തി ഇനി പാപത്തിൽ നിന്നും ഒഴിവുള്ളവരായി പാപം ചെയ്യാത്തവരായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. എന്നാൽ പാപത്തിൽ വീഴുവാനുള്ള സാധ്യത ദൈവത്തിൻ്റെ വചനം തള്ളിക്കളയുന്നില്ല. പാപത്തിൽ വീഴുവാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രധാനമായും പാപത്തിൻ്റെ സാന്നിധ്യം, ദ പ്രസൻസ് ഓഫ് ദ സിൻ, ഈ പാപത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഭൂമിയിൽ വളരെ അധികം കൂടുതലാണ്. അത് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ പാപത്തിൽ വീഴുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമതായി, നമ്മുടെ അകത്ത് തന്നെ പാപം വസിക്കുന്നുണ്ട്. പാപത്തിൻ്റെ മൂലകങ്ങൾ നമ്മുടെ അകത്തുണ്ട്. നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെടാത്തതുകൊണ്ട് പാപത്തിൻ്റെ മൂലകങ്ങൾ ഇപ്പോഴും നമ്മുടെ ശരീരത്തിൽ അവശേഷിക്കുന്നുണ്ട്. നമ്മുടെ ദേഹിയിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ചിന്തകളിലെല്ലാം, നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ പാപത്തിൻ്റെ സാന്നിധ്യം, പാപത്തിൻ്റെ മൂലകങ്ങൾ വളരെ അധികമുണ്ടെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പുറത്ത് പാപത്തിൻ്റെ സാന്നിധ്യമുണ്ട്, അകത്ത് പാപത്തിൻ്റെ മൂലകങ്ങൾ, ദ ഇലമെൻറ്റ്സ് ഓഫ് സിൻസ് അകത്തുള്ളതുകൊണ്ട് പാപത്തിൽ വീഴുവാൻ സാധ്യത കൂടുതലാണ്. മൂന്നാമതായി, ദ പവർ ഓഫ് സിൻ, പാപത്തിൻ്റെ ശക്തിയുണ്ട്. ഏതൊരു പാപത്തിൻ്റെയും പിറകിൽ ആ പാപത്തെ ജ്വലിപ്പിക്കുന്ന, ആ പാപത്തെ ചലിപ്പിക്കുന്ന ഒരു ശക്തി, ഒരാത്മാവുണ്ടെന്ന് വചനം പറയുകയാണ്. അതുകൊണ്ട് ഈ പാപത്തിൻ്റെ ശക്തി എല്ലായ്പ്പോഴും നമ്മുടെ അവയവങ്ങളെ അതിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം സ്വാധീനിച്ചു കൊണ്ടിരിക്കും. ഈ മൂന്ന് കാര്യങ്ങൾ ഈ ഭൂമിയിലും നമ്മുടെ അകത്തും ഉള്ളതുകൊണ്ട് പാപത്തിൽ വീഴുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഈ മൂന്ന് കാര്യങ്ങളുടെ മേലും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മുഖാന്തരം ദൈവം നമുക്ക് ആത്യന്തികമായ ജയവും തന്നിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ശരീരം പാപത്തിന് അധീനമായ ശരീരമാണ്. അതായത് ഏത് സമയത്തും പാപം ചെയ്യുന്ന ഒരു ശരീരമാണ് നമ്മുടേത്. നമ്മുടെ ശരീരം മരണത്തിന് അധീനമായ ശരീരമാണ്. പാപം ചെയ്യുന്ന കാര്യത്തിൽ എൻ്റെ ശരീരം എല്ലായ്പ്പോഴും അത്യുത്സാഹത്തിലാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന കാര്യത്തിൽ എൻ്റെ ശരീരം ഒരു മരിച്ച ശരീരത്തിന് തുല്യമാണ്. മനസ്സിലാകുമോ? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ വരുമ്പോൾ, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ എൻ്റെ ശരീരം ഒരു മരിച്ച ശരീരത്തിന് തുല്യമായി തീരും. എന്നാൽ ലോകത്തിൻ്റെയും
പാപത്തിൻ്റെയും വിനോദപരമായ ഏത് കാര്യങ്ങൾക്കും എൻ്റെ ശരീരം അത്യുത്സാഹത്തിലാണ്. എൻ്റെ ശരീരം പാപത്തിന് അധീനമായ ശരീരമാണ്. എൻ്റെ ശരീരം മരണത്തിന് അധീനമായ ശരീരമാണ്. മാത്രമല്ല, ഒരു പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമം, പ്രമാണം എൻ്റെ അകത്ത് എല്ലായ്പ്പോഴും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഏത് സമയത്തും പാപം ചെയ്യുന്ന ഒരു ശരീരമായതുകൊണ്ടാണ് പാപത്തിൻ്റെ നിയമം എൻ്റെ അകത്തുണ്ടെന്ന് പറയുന്നത്. അത് രാവിലെയാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും രാത്രിയിലാണെങ്കിലും ഇന്ത്യയിൽ താമസിച്ചാലും അമേരിക്കയിൽ താമസിച്ചാലും എവിടെ താമസിച്ചാലും എൻ്റെ ശരീരം പാപത്തിൻ്റെ ശരീരമാണ്. പാപം എല്ലായ്പ്പോഴും വെളിപ്പെടും. പാപത്തിൻ്റെ നിയമം തന്നെ എൻ്റെ അകത്തുണ്ട്. അതുപോലെ എൻ്റെ ശരീരത്തിനകത്ത് ഒരു മരണത്തിൻ്റെ നിയമമുണ്ട്. എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വിരോധമാണ് എൻ്റെ ശരീരം. അത് രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയിലാണെങ്കിലും വെള്ളിയാഴ്ചയാണെങ്കിലും ഞായറാഴ്ചയാണെങ്കിലും, അത് അമേരിക്കയിൽ താമസിച്ചാലും ഇന്ത്യയിൽ താമസിച്ചാലും എല്ലായ്പ്പോഴും ഈ മരണത്തിൻ്റെ നിയമം എൻ്റെ അകത്തുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എൻ്റെ ശരീരത്തിന് ഇഷ്ടമില്ല. എന്നാൽ ദൈവം നമ്മുടെ അകത്ത് ഈ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണങ്ങൾക്ക് വിരോധമായി ഒരു നിയമം വെച്ചിട്ടുണ്ട്. അത് ജീവൻ്റെ ആത്മാവിൻ്റെ നിയമമാണ്. എൻ്റെ അകത്ത് ഒരാത്മാവ് വന്നിട്ടുണ്ട്. എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ജീവൻ വന്നിട്ടുണ്ട്. എൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഈ ജീവൻ, ഈ ആത്മാവിന് ഒരു പ്രത്യേകമായ പ്രമാണമുണ്ട്, ഒരു പ്രത്യേകമായ നിയമമുണ്ട്. അതിനൊരിക്കലും പാപം ചെയ്യാൻ കഴിയത്തില്ല. എത്ര പാപം ചെയ്യാൻ ആഗ്രഹിച്ചാലും എൻ്റെ അകത്തുള്ള ഈ നിയമത്തിന്, ഈ ജീവൻ്റെ ആത്മാവിൻ്റെ നിയമത്തിന് പാപം ചെയ്യാൻ കഴിയത്തില്ല. മാത്രമല്ല, എൻ്റെ അകത്തുള്ള ഈ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമേ ചെയ്യത്തുള്ളൂ. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ ഹിതം ചെയ്ത് വിശുദ്ധിയിൽ ജീവിക്കാൻ മാത്രമേ എൻ്റെ അകത്ത് വന്ന ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിന് കഴിയത്തുള്ളൂ. ഏതൊരു വ്യക്തി ഈ അകത്ത് വന്ന ജീവൻ്റെ ആത്മാവിൻ്റെ നിയമത്തെ തിരിച്ചറിഞ്ഞ് ആ ജീവൻ്റെ ആത്മാവിൻ്റെ നിയമത്തിനൊത്തു നടക്കുമോ, അവർ ഈ പറഞ്ഞ പാപത്തിൻ്റെ മീതെ, പാപത്തിൻ്റെ ശക്തിയുടെ മീതെ, വസിക്കുന്ന പാപത്തിൻ്റെ മീതെ നിരന്തരമായ ജയത്തിൽ, നിരന്തരമായ വിജയത്തിൽ ജീവിക്കാൻ തുടങ്ങും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മുഖാന്തരവും നമ്മുടെ അകത്തുള്ള ദൈവിക നീതിബോധത്താലും നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിയമത്തിൽ നാം ജീവിക്കുന്നത് കൊണ്ടും പാപത്തിൻ്റെ മീതെ നമുക്ക് നിരന്തരമായ ജയമുണ്ടായിരിക്കും. എന്നാൽ ഈ ആത്മീയ സത്യങ്ങൾ അറിയാത്തവർ അവർ പാപത്തിൽ വീണാൽ വേഗത്തിൽ അവരുടെ മനസ്സാക്ഷി മലിനമായി തീർന്ന്, അവരുടെ മനസ്സാക്ഷി അവരെ കുറ്റം വിധിച്ച് അവർ കുറ്റബോധത്തിന് അടിമപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണത്തിനൊത്തവണ്ണം ആത്മാവിൻ്റെ നിറവിൽ, ആത്മനിയോഗത്തിൽ ഒരു ആത്മീയൻ നടക്കുന്നില്ലെങ്കിൽ അടുത്ത ക്ഷണം അവൻ ജഡത്തിലായിത്തീരുകയും പാപം ചെയ്യുകയും ചെയ്യും. ആ പാപത്തിൽ വീണു പോകും. അങ്ങനെ ഒരുവൻ പാപത്തിൽ വീണു പോയാൽ ക്ഷണത്തിൽ പാപം അവൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് അവൻ്റെ മനസ്സാക്ഷിയെ മലിനമാക്കും. ഒരുവൻ്റെ മനസ്സാക്ഷി മലിനമായി കഴിഞ്ഞാൽ മനസ്സാക്ഷി അവനെ കുറ്റം വിധിക്കാൻ തുടങ്ങും. തുടർന്ന് എല്ലായ്പ്പോഴും കുറ്റബോധമുള്ള ഒരു മനസ്സാക്ഷിയിൽ അവൻ ജീവിക്കാൻ തുടങ്ങും. മനസ്സാക്ഷി എന്നാൽ എന്താണ്? ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ദൈവത്തിൻ്റെ സാക്ഷിയും അവനെ ന്യായം വിധിക്കുന്ന ന്യായാധിപനുമാണ് മനസ്സാക്ഷി. അതായത് ഒരു മനുഷ്യൻ്റെ ചിന്തകളെയും വാക്കുകളെയും തീരുമാനങ്ങളെയും പ്രവർത്തികളെയും അതിൻ്റെ ശരിയും തെറ്റും ബോധ്യപ്പെടുത്തി അതിൻ്റെ ശരിയെ അംഗീകരിക്കുകയും തെറ്റിനെ കുറ്റം വിധിക്കുകയും ചെയ്യുന്ന അകമയുള്ള ന്യായാധിപനാണ് മനുഷ്യൻ്റെ മനസ്സാക്ഷി.
ഒരു മനുഷ്യൻ പാപത്തിൽ വീണു പോയാൽ ക്ഷണത്തിൽ പാപം അവൻ്റെ മനസ്സാക്ഷിയെ മലിനപ്പെടുത്തി, മനസ്സാക്ഷി അവനെ കുറ്റം വിധിച്ച് തുടർന്ന് അവൻ കുറ്റബോധമുള്ള ഒരു മനസ്സാക്ഷിയിൽ ജീവിക്കാൻ തുടങ്ങും. കുറ്റബോധമുള്ള മനസ്സാക്ഷിയുള്ളവന് വിശുദ്ധനും നീതിമാനുമായ ദൈവത്തിൻ്റെ മുമ്പാകെ വരുവാൻ പ്രാഗൽഭ്യമുണ്ടാകത്തില്ല. അപ്പോൾ തന്നെ സാത്താനെ എതിർക്കുവാനുള്ള ബലവും പ്രാഗൽഭ്യവും അവൻ നഷ്ടപ്പെട്ടിരിക്കും. അവൻ ഹൃദയത്തിൽ ക്ഷീണിതനായി ബലഹീനനായി മാറ്റപ്പെടും. ഇവിടെയാണ് ദൈവനീതിയുടെ കവചം നമുക്ക് ആവശ്യമായിരിക്കുന്നത്. എന്താണ് ദൈവനീതിയുടെ കവചമെന്ന് പറഞ്ഞാൽ? യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമുക്ക് തൻ്റെ നീതി തന്നു, നമ്മെ നീതീകരിച്ച് നമ്മുടെ പാപി എന്ന പേരിനെ നീക്കം ചെയ്ത് നമ്മെ നീതിമാനാക്കി തീർത്തിരിക്കുന്നു. ഇനി ഞാൻ പാപിയല്ല, എൻ്റെ എല്ലാ പാപങ്ങൾക്കും മോചനം വന്നിരിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ നീതി പ്രാപിച്ച് നീതീകരിക്കപ്പെട്ട നീതിമാനാണ് എന്നുള്ള ബോധമാണ് നീതിയുടെ കവചമായി മാറ്റപ്പെടുന്നത്. ആ ബോധത്തിൻ്റെ ഉറപ്പാണ് നീതിയുടെ കവചമായി തീർന്ന് നമ്മുടെ മനസ്സാക്ഷിയെയും ഹൃദയത്തെയും പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, പാപത്തിൻ്റെ ലജ്ജയിൽ നിന്നും, അപമാനത്തിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുന്നത്. ദൈവനീതിയുടെ കവചമുള്ളവൻ പാപത്തിൽ വീണു പോയാൽ ക്ഷണത്തിൽ അവൻ്റെ അകത്തു വസിക്കുന്ന പരിശുദ്ധാത്മാവ് അവൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തി അവനെ ദൈവസന്നിധിയിലേക്ക് നയിച്ച്, ദൈവകൃപാസനത്തിലേക്ക് നയിച്ച് അവൻ്റെ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുവാനും ഏറ്റുപറയാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ശുദ്ധീകരണം അനുഭവിച്ച് ആ വിശുദ്ധിയിലും നീതിബോധത്തിലും തുടരുവാനും സഹായിക്കുകയാണ്. എന്നാൽ ഈ വെളിപ്പാടില്ലാത്ത, നീതിബോധത്തിൻ്റെ വെളിപ്പാടില്ലാത്ത, നീതി കവചമില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം വന്നാൽ അവൻ്റെ മനസ്സാക്ഷി അവനെ കുറ്റം വിധിച്ച് അവൻ കുറ്റബോധത്തിന് അടിമയായിത്തീരും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്കും കുറ്റബോധം കൊടുക്കുന്നില്ല, അവൻ പാപബോധം കൊടുക്കുകയാണ്. എന്നാൽ പുതിയ ഉടമ്പടിയുടെ ഉപദേശപ്രകാരം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ഉപദേശപ്രകാരം ദൈവനീതിയുടെ ഉപദേശം ഒരു വ്യക്തിയുടെ അകത്തില്ലെങ്കിൽ അവൻ്റെ മനസ്സാക്ഷി അവനെ കുറ്റം വിധിക്കും. അതായത് ക്രൂശിൻ്റെ വചനപ്രകാരം പരിജ്ഞാനം ലഭിച്ചിട്ടില്ലാത്ത, പ്രകാശനം ലഭിച്ചിട്ടില്ലാത്ത, അഭ്യസിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു മനസ്സാക്ഷിയിൽ നിന്നും മാത്രമാണ് കുറ്റബോധമുണ്ടാകുന്നത്. എന്നാൽ ദൈവം നിങ്ങൾക്ക് തൻ്റെ നീതി തന്ന് നിങ്ങളെ നീതിമാന്മാരാക്കിയതുകൊണ്ട് നിങ്ങളുടെ അകത്ത് നീതിബോധമുണ്ട്. ഇനി ഒരു കുറ്റബോധത്തിനും നിങ്ങളെ സ്വാധീനിക്കേണ്ട ആവശ്യമില്ല. ദൈവിക നീതിബോധത്തിൽ നീതിയുടെ കവചം ധരിച്ചുകൊണ്ട് പാപത്തിൻ്റെ മേൽ ജയമെടുക്കുവാൻ ദൈവം നിങ്ങൾക്ക് തൻ്റെ കൃപ ദാനമായി തന്നിരിക്കുകയാണ്. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചു ചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല.
കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25ഓളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾക്ക് അടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം. പുതുജെറുസലേം നഗരമതിൻ ഭവനമാ, നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ. പുതുജെറുസലേം നഗരമതിൻ